നമസ്കാരം. പാറക്കടവിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തകർന്ന വീട് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സന്ദർശിക്കുന്നു. കഴിഞ്ഞ ഇവിടെ വേദന ഉണ്ട്. ഇപ്പൊ രാവിലെ തൊട്ട് ഇവിടെ രാവിലെയാണ് പറഞ്ഞത്. അതിന് ഇവിടെ ഇങ്ങനെ കാണിക്കാനും പറ്റൂല. കോഴിക്കോട്ടേനെ പോണോ അവിടെ കുട്ടില്ലേ. അപ്പൊ അത് വ്യാഴാഴ്ച ദിവസം അവിടെ അണിയിട്ട് വീട്ടിൽ അപ്പൊ നോക്കിയപ്പോ കണ്ടിട്ടില്ല. അത് കാണിച്ചപ്പോഴാണ് ഒക്കെ കണ്ടത്. വീടൊക്കെ ഒച്ച കേട്ടിട്ട് നീക്കലോ ഒന്നുമില്ല. അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇവിടൊക്കെ ഓടെ ഞങ്ങളിപ്പോ അപ്പനാരും ഇവിടെ പോയിട്ടുള്ളൂ. മൂന്നീർ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ വെളുത്തോടത്ത് ആമിനത്താത്തയുടെ വീട് ഇന്നലെ ഉച്ചക്കുള്ള കാറ്റും മഴയിലും ഒരു തെങ്ങ് വീണ് വീടിൻ്റെ മുൻഭാഗം മൊത്തത്തിൽ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അതുപോലെ അവിടെ വീട്ടിൻ്റെ മുൻവശത്തെ ആളുകൾ ആരുമില്ല. അവിടുത്തെ ഒരു മകന് അവിടെ ഉണ്ടായിരുന്നു. അവരെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് വളരെയധികം ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത്. ഇതിൽ കുട്ടികളും വലിയവരും അടക്കം ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഈ വീട് നമ്മുടെ സർക്കാരിൽ നിന്നും താലൂക്കിൽ നിന്നുമൊക്കെ കിട്ടേണ്ട ധനസഹായം എത്രയും പെട്ടെന്ന് കിട്ടിയിട്ട് ഈ വീട് പൂർണ്ണ രൂപത്തിലേക്കാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ് പാട്ടൊക്കെ പൊട്ടി ഒക്കെ പൊട്ടി മരം തെങ്ങിന്റെ അച്ഛനൊക്കെ തയ്ക്കും. നമ്മുടെ 11-ാം വാർഡിൽ മൂന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ വെളുത്തേടത്ത് ആമിത്താത്താൻ്റെ വീട്ടിൽ ഇന്നലത്തെ കാറ്റിൽ വീണ ഒരു തെങ്ങ് ഇവരെ വീടിൻ്റെ മേൽഭാഗത്ത് വീണ് പൂർണ്ണമായിട്ടും ഏകദേശം മുൻഭാഗം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ചുമര് പില്ലർ ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്തായാലും പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ സർക്കാരിന് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിന് ധനസഹായം നൽകി ഇവരെ വീട് റിപ്പയർ ചെയ്ത് കൊടുക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അതിനുവേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും മറ്റ് ബന്ധപ്പെട്ട ആളുകളും ശ്രമിക്കണമെന്ന് ആവശ്യപ്പെടുന്നു.